അവര് വിവാഹമോചനമൊക്കെ നടത്തി രണ്ടായി പിരിഞ്ഞോരാ. എങ്കിലും അവരുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ നമ്മളൊന്ന് മനസ്സിലാക്കണം. ആരുടെ കാര്യ കൈമളേട്ടൻ പറഞ്ഞു വരുന്നത്? ജയറാമിന്റെയും നന്ദിനിയുടെയും. ഇത് പറയാനാണോ തിടുക്കപ്പെട്ട് ഇങ്ങോട്ട് വന്നത്? നന്ദിനി എന്റെ മകളാ. എനിക്ക് അവളുടെ കാര്യം മാത്രം കേട്ടാ മതി. ജയരാമന്റെ കാര്യമൊന്നും കേൾക്കണ്ട. രാജലക്ഷ്മി, അവനൊരു തെറ്റുപറ്റിപ്പോയി. അതിന് നൽകാവുന്നതിനും അപ്പുറം അവന് ശിക്ഷയും കൊടുത്തു കഴിഞ്ഞു. ഞാൻ കൈമളേട്ടനോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവനെ ന്യായീകരിച്ചുകൊണ്ട് എന്റെ മുമ്പിൽ വരരുതെന്ന്. രാജലക്ഷ്മി, എന്തൊക്കെ പറഞ്ഞാലും അവൻ നമ്മുടെ മൂത്ത മകനാണ്. എനിക്ക് അങ്ങനൊരു മകനില്ലെന്ന് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. നീ അങ്ങനെ 1,00,000 പ്രാവശ്യം പറഞ്ഞാലും അവൻ നിന്റെ മകനല്ലാതാകുമോ? നിന്റെ മനസ്സെന്തു പറയുന്നുവെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. അവനെ ഓർത്ത് നീ വിതുമ്പുന്നത് ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ആ മകനാണ് നിന്റെ ഏറ്റവും വലിയ ടെൻഷൻ. നീ ഒരു പ്രാവശ്യം അവനെ തള്ളി പറയുമ്പോൾ 1000 പ്രാവശ്യം ഉള്ളു തുറന്ന് അവനെ താലോലിക്കുന്നുണ്ട്. അതാണ് അമ്മ, അതാണ് മാതൃത്വം. മാധുരി അവനെ ഒരു ട്രാപ്പിൽപ്പെടുത്തതാണെന്ന് നിനക്കും എനിക്കും നന്ദിനിക്കും നന്നായിട്ടറിയാം. ജയരാമന്റെ മനസ്സിൽ നന്ദിനിയാണ്. തിരിച്ചും അങ്ങനെ തന്നെയാ. അവര് നമ്മുടെ മക്കളല്ലേ, നമ്മളല്ലേ ക്ഷമിക്കേണ്ടത്? കൈമളേട്ടൻ പറഞ്ഞു വരുന്നത്? അവര് ഭാര്യാഭർത്താക്കന്മാരായി പണ്ട് ജീവിച്ചിരുന്നവരല്ലേ രാജലക്ഷ്മി? ഇനിയും അങ്ങനെ ജീവിക്കുന്നതിൽ എന്താ തെറ്റ്? കൈമളേട്ടൻ മകനെ സ്നേഹിക്കരുതെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ അവന്റെ മധ്യസ്ഥത ഏറ്റെടുത്തുകൊണ്ട് എന്റെ മുമ്പിൽ വരരുത്. നാളെ ഇവിടെ നടക്കാൻ പോകുന്ന പൂജയല്ലാതെ മറ്റൊന്നും എന്റെ മനസ്സിലില്ല. അച്ഛനും അമ്മയും തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അച്ഛൻ എന്തെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം. പഴയ കാര്യങ്ങളെല്ലാം ഞാൻ മറന്നു കഴിഞ്ഞതാ. ഇനി അതൊന്നും ഓർക്കാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനൊരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. മീനാക്ഷിയുടെ ഭാവിയെക്കുറിച്ചല്ലാതെ ഞാനിപ്പോ മറ്റൊന്നും ചിന്തിക്കാറില്ല. അമ്മ, നാളത്തെ പൂജയ്ക്ക് വേണ്ടുന്ന സാധനങ്ങളെക്കുറിച്ച് ചോദിക്കാനാ ഞാൻ വന്നത്. അമ്മ വന്നേ. അവൻ ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവളുടെ റിയാക്ഷൻ അറിയാൻ പറ്റും. നോക്കാം. വൈശാഖില്ലേ? ഇല്ല. വൈശാഖ് ഇവിടെ ഉണ്ടെന്ന് കരുതിയാ ഞാൻ വന്ന് ബെല്ലടിച്ചതേ. സോറി. അതെ, ബുദ്ധിമുട്ടിച്ച് ക്ഷമിക്കണം. അതെ, ഞാൻ എന്നാ പിന്നെ വരാം. അവള് തിരികെ വിളിക്കുന്നില്ലല്ലോ. വൈശാഖ എവിടെ പോയതാ? കടയിൽ എന്തോ സാധനം വാങ്ങിക്കാൻ പോയതാ. ഓ, അല്ല, ഉടനെ വരൂ. ഒരു കാര്യം സംസാരിക്കാനാ. ഉടനെ വരുമെന്ന് അറിയില്ല. ഏതായാലും ഞാൻ വന്നതല്ലേ, ഒരു 2 മിനിറ്റ് കാത്തിരുന്നിട്ട് പോകാം.
അല്ല എന്തിനാ അകത്തേക്ക് ക്ഷണിക്കാത്തെ? വരൂ. ഓ എന്താ മൈഥിലിക്കുട്ടി ഒരു ക്ഷീണം പോലെ? ഏയ് ഒന്നുമില്ല. ദേ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എന്നോട് പറയണം. ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കാനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ. എന്റെ അടുത്തേക്ക് ജോലിക്ക് വരുന്നതിനെ കുറിച്ച് ആലോചിച്ചു? അല്ല എന്തേലും തീരുമാനം എടുത്തോ? ഇത് പിടിക്കേ. എന്താ ഇത്? ആദ്യം ഇത് പിടിക്ക്. ഇതെന്താണെന്നറിയോ? ഇല്ല. ഒരു മാസത്തെ സാലറി അഡ്വാൻസ്. അയ്യോ അതിന് ഒന്നും പറയണ്ട. തന്നത് തിരിച്ചു തരാൻ ശ്രമിക്കുകയേ വേണ്ട. ഞാൻ ഈ അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടില്ലെങ്കിലും എനിക്കറിയാം മനുഷ്യന്റെ ആവശ്യങ്ങളെക്കുറിച്ചൊക്കെ. ഇതിരിക്കട്ടെ. അല്ല ഇതാരാ? സ്വാമിനാഥൻ സാറ്? അല്ല സാറെപ്പോഴാ വന്നേ? എന്താ അനിയായത്? ഒരു പെൺകുട്ടി തനിച്ചാക്കിയിട്ട് അനിയനിത് എവിടെ പോയതാ? അയ്യോ സാറേ, ഞാൻ 1-2 സാധനങ്ങൾ വാങ്ങാൻ കട വരെ പോയതാ. അല്ല എന്തു പറ്റി? ഇവിടെ എന്തെങ്കിലും വിഷയമുണ്ടായോ? ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞതല്ല. ഞാൻ അനിയനെ തിരക്കി ഇവിടെ വന്നപ്പോ അനിയൻ ഇവിടെ ഇല്ല. ഓ പിന്നെ പണത്തിന് ആവശ്യമുള്ളതല്ലേ? ഞാൻ 1 മാസത്തെ ശമ്പളം അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടുപേരും സന്തോഷമായിട്ടിരിക്കുക. ഞാൻ പോയിട്ട് വരാം. വൈശാഖേ, ഞാൻ അയാളുടെ കൂടെ ജോലിക്ക് പോവാന്നൊന്നും സമ്മതിച്ചിട്ടില്ല. അതിനു മുമ്പേ ഈ ശമ്പളത്തിന്റെ അഡ്വാൻസ് എന്നെ അടിച്ചേൽപ്പിച്ചത് എന്തിനാ? എടീ, അതാണ്ടി അങ്ങേരുടെ ഒരു സന്മനസ്. നമുക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് അദ്ദേഹം കരുതിയെങ്കിൽ അതിലൊരു തെറ്റുമില്ല. സന്മനസ്. അയാളുടെ ആ നോട്ടം എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. എടീ, ഇതൊക്കെ നിന്റെ വെറും തോന്നലാ. നീ വന്നേ, നമുക്കേ ഭക്ഷണം കഴിക്കാം. വാ. അയാളുടെ മനസ്സിൽ എന്തോ ഉണ്ട്. അതുകൊണ്ട് വൈശാഖില്ലാത്ത സമയം നോക്കി അയാൾ ഇങ്ങോട്ട് വരുന്നത്. പൂജ കഴിഞ്ഞാൽ ഇവിടുത്തെ കോലാഹലമൊക്കെ നടങ്ങും നമുക്ക് വിശ്വസിക്കാം. അല്ലേ രാജലക്ഷ്മി? ഇതൊക്കെ ഒരു വിശ്വാസമല്ലേ കൈമളേട്ടാ? എന്തായാലും ദൈവത്തിന്റെ പദ്ധതി പോലെയല്ലേ എല്ലാം നടക്കൂ. നിനക്കൂടി നന്ദിനി ഒന്ന് സഹായിച്ചൂടെ മാലതി? അയ്യോ അമ്മേ, ഏട്ടത്തെ സഹായിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ ഈ പൂജ, ക്ഷേത്രം, ഈ തുടങ്ങിയ കാര്യങ്ങളുടെ സ്പെഷ്യലിസ്റ്റ് നന്ദിനി ഏട്ടത്തിയാ. അത് മാലതി പറഞ്ഞു കറക്റ്റാ. അവിടെ പൊട്ടിച്ചിരിയും തമാശയൊക്കെ.
ഒരവകാശവും ഇല്ലാതെ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന ചിലര്. നിന്റെ സ്നേഹമയിയായ നാത്തൂനും എൻ്റെ പുന്നാര ചേച്ചിയുമായ സാവിത്രി എന്ന മഹതി ദേ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. യുദ്ധത്തിനുള്ള പുറപ്പാടാണോ? വഴക്കുണ്ടാക്കാൻ എന്താ വിഷയമെന്ന് ആലോചിക്കുക. നമസ്കാരം. നമസ്കാരം. ഇരിക്കൂ ജോത്സരെ. ഇരുന്നാട്ടെ. നാളെ പൂജ തുടങ്ങാനിരിക്കെ എന്താ ഇങ്ങോട്ട് വന്നത്? ഒരു വിഷയമുണ്ട്, അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. എന്ത് വിഷയമാ ജോത്സരെ? കുടുംബത്തിലെ എല്ലാവരും അറിയേണ്ട വിഷയമായത്. സാവിത്രി, രാമഭദ്രനെയും കാർത്തിമോനെയും കൂടി വിളിക്കേ. പൂജയുടെ കാര്യ അതെല്ലാവരും കേൾക്കേണ്ടതാ. രാമേട്ടാ, മോനെ കാർത്തി, ഒന്നിങ്ങോട്ട് വന്നേ വേഗം. എന്താ എന്താ ജഗദീഷേ? ജോത്സ്യര് പെട്ടെന്ന് കയറി വന്നു, എന്തോ പറയാനുണ്ടെന്ന്. കുടുംബത്തിലെ എല്ലാവരും ആയി ജോത്സ്യരെ. ഇനി ജോത്സ്യര് പറഞ്ഞോളൂ. നടക്കാനിരിക്കുന്ന ഉമാമഹേശ്വര പൂജയ്ക്ക് രാശി നോക്കിയപ്പോ ചില അപശകുനങ്ങൾ കണ്ടു. അപശകുനോ? അതെ, പക്ഷേ അത് പരിഹരിക്കാവുന്നതേയുള്ളൂ. പരിഹരിക്കാവുന്നതാണെങ്കിൽ അങ്ങ് പരിഹരിച്ചാ പോരെ. വെറുതെ മനുഷ്യനെ പറഞ്ഞ് പേടിപ്പിക്കുന്ന എന്തിനാ? എന്താ ജോത്സ്യരെ കാര്യം? അതങ്ങ് തുറന്നു പറയ്. വിശദമായിട്ട് രാശി വെച്ച് നോക്കി, അതിൽ നിന്ന് മനസ്സിലായ കാര്യം പറയാം. കുടുംബക്ഷേത്രത്തിൽ ഒരു പൂജ ചെയ്യാതെ ഇവിടെ ഒരു ചടങ്ങ് നടത്തിയിട്ട് യാതൊരു പ്രയോജനവുമില്ല. കാര്യം വ്യക്തമായി പറയൂ. അതായത് ചെമ്പകമംഗലം തറവാട്ടിൽ നിന്ന് ആരെങ്കിലും 1-2 പേർ ചെന്ന് കുടുംബക്ഷേത്രത്തിൽ പൂജ നടത്തണം. വിഘ്നേശ്വര പ്രീതി സമ്പാദിക്കണം. അതിനുശേഷം മാത്രമേ തറവാട്ടിൽ ഉമാമഹേശ്വര പൂജ നടത്താൻ പാടുള്ളൂ. ഇത് 3 ദിവസം നീണ്ടു നിൽക്കുന്ന പൂജയാണല്ലോ. ആ പൂജ മുഴുവനായും കാർത്തിക്കും മീനാക്ഷിയും കൂടി ചെയ്യണം. വളരെ സന്തോഷത്തോടെ തികഞ്ഞ ആത്മാർത്ഥതയോടെ ഈ പൂജ ചെയ്താൽ മാത്രമേ അതിനുള്ള ഫലമുണ്ടാവൂ. ഇവിടെ നടക്കുന്ന പൂജയ്ക്ക് മുന്നോടിയായിട്ടാണ് കുടുംബക്ഷേത്രത്തിലെ ഈ പൂജ. അത് ഈ തറവാട്ടിൽ തന്നെ മറ്റ് 2 പേർ പോയി ചെയ്യണം. അതാരൊക്കെ പോയി ചെയ്യും? അതിപ്പോ അമ്മയും അച്ഛനും കൂടി പോയി ചെയ്താ പോരെ? അത് വേണ്ട, ഞാനും രാമേട്ടനും കൂടി പോവാം.
എന്താ അമ്മയും അച്ഛനും കൂടെ പോട്ടെ. നമുക്ക് പോയാലെന്താ? ഇത് ദൈവകാര്യമാണ്. തർക്കത്തോടെയും വഴക്കോടെയും ഒക്കെ ചെയ്താൽ ഒരു പ്രയോജനവും ഉണ്ടാവില്ല. ദൈവകോപം കിട്ടുകയും ചെയ്യും. ഞാനൊരു പരിഹാരം നിർദ്ദേശിക്കാം. ആ പറയൂ ജോത്സരെ. അതായത് രഹസ്യമായി ഒരു നറുക്കെടുപ്പ് നടത്തുക. എല്ലാവരുടെയും പേരെഴുതി ചുരുട്ടി ഒരു ബൗളിലിടുക. എന്നിട്ട് നറുക്കെടുക്കുക. ആ അത് കൊള്ളാം. അവരിൽ ആരെയാണോ പൂജയ്ക്ക് തിരഞ്ഞെടുക്കുന്നത് അവരമ്പലത്തിൽ പോയി പ്രാഥമിക പൂജകൾ ചെയ്യണം. ദേവി തന്നെ തിരഞ്ഞെടുക്കട്ടെ. ഒന്നിൽ കൂടുതൽ പേരെ നറുക്കിടുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതായിരിക്കും നല്ലത്. ഓ ശരി ജോത്സരെ, ഈ ആശയം കൊള്ളാം. വഴക്കില്ലല്ലോ. പ്രാർത്ഥനയ്ക്ക് ശേഷം നറുക്കെടുപ്പ് തുടങ്ങാം. അമ്മേ, അച്ഛാ, ഈ ജഗദീഷ് എവിടെ? അവനെ കാണാനില്ലല്ലോ. ജഗദീശനെ ഞാൻ ഒരു കാര്യം ഏൽപ്പിച്ചു വിട്ടിരിക്കുക. അവനിപ്പോ വരും. മോനെ ജയരാമേ, കാര്യങ്ങൾ നിന്നോട് ജഗദീഷ് പറഞ്ഞു കാണുമല്ലോ. പറഞ്ഞച്ചാ. ജയറാം, ചെമ്പകമംഗലത്തെ കുടുംബത്തിലുള്ളവരാ ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കേണ്ടതും പൂജ ചെയ്യേണ്ടതും. അല്ലാതെ കണ്ട ജയിൽപ്പുള്ളികളല്ല. രാജലക്ഷ്മി, മറ്റുള്ളവരുടെ ഹൃദയത്തെ തകർക്കുന്ന വാക്കുകൾ ഉപയോഗിക്കരുത്. അത് വല്ലാത്ത ക്രൂരതയാണ്. ക്രൂരത കാണിച്ചത് ആരാണെന്ന് അവരവരുടെ മനസാക്ഷിയോട് ചോദിച്ചു നോക്കട്ടെ. ജയരാമനെ തറവാട്ടിലെ മൂത്ത മകനാണ്. അവൻ എന്റെ മകനല്ല. ഇവരെന്റെ പ്രിയപ്പെട്ട മകനാണെന്നും അവനെ നീ പ്രസവിച്ചതാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇവനെ ഞാൻ ഈ ജന്മം അംഗീകരിക്കില്ല. എങ്കിൽ എന്റെ ഈ മകന് വേണ്ടി എനിക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണ്ടി വരും. ഇതൊരു താക്കീതോ വെല്ലുവിളിയൊന്നുമല്ല. ഇത് ചങ്കുപിടിഞ്ഞു നിൽക്കുന്ന ഒരു പിതാവിന്റെ ധർമ്മസങ്കടമാണ്. നേരിപ്പടയുന്ന വേദനയാ. ഞാൻ എവിടെയെങ്കിലും പോയി തൂങ്ങി മരിച്ചോളാം.
അങ്ങനെയെങ്കിലും അമ്മയ്ക്ക് എന്നോടുള്ള പ്രതികാരം അടങ്ങട്ടെ. മോനെ, ഏട്ടാ ഇതിത്തിരി കൂടുതലാ അമ്മേ. കഷ്ടം. നമുക്ക് നിറക്കെടുപ്പ് ആരംഭിക്കാം. ഇനി ആരെങ്കിലും പേരെഴുതിയിടാനുണ്ടോ? ഞാൻ എഴുതിയിട്ടില്ല. എങ്കിൽ പിന്നെ പെട്ടെന്നാവട്ടെ. അമ്മായി ഓ